ഹായ് ഹലോ, നമുക്കിന്ന് ബ്രെഡും പനീറും വെച്ചിട്ട് നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാം. വൈകിട്ടത്തെ 4 മണിക്കടുത്ത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണിത്. നമ്മൾ അതിന് വേണ്ടി ഒരു 6 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് പോർഷനൊക്കെ കരിഞ്ഞ് ഇരിക്കുന്ന ആ പോർഷനൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം നമുക്കൊരു ചപ്പാത്തി കോല് വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയിട്ട് ഇതിനകത്ത് ഫില്ലിങ് വെച്ച് റോൾ ചെയ്തെടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് ബ്രെഡ് ഓൾറെഡി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ തിന്നാക്കുമ്പോഴത്തേക്ക് അങ്ങ് പൊടിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ചിട്ട് മുകളിൽ ഒരു ബ്രെഡും കൂടെ വെച്ച് അങ്ങനെ എടുക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്ക്വയർ സൈസിലുള്ള പനീറാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. തീരെ തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്താലും മതി, ഗ്രേറ്റർ ഇല്ലെങ്കിൽ ഇങ്ങനെ എടുക്കണം ഉണ്ട്. പിന്നെ നമ്മൾ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അതും ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ക്യാബേജും ക്യാരറ്റും ഒക്കെ ചേർക്കാം. ഇതിപ്പം ഞാൻ ഒരു ക്യാപ്സിക്കമാണ് ചേർത്തിരിക്കുന്നത്. അത് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഇനി അതിലേക്ക് നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഒത്തിരി വെന്ത് പോകണ്ട. വെജിറ്റബിൾസ് ആയതുകൊണ്ട് ഒത്തിരി വെന്ത് വരേണ്ട കാര്യമില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യാപ്സിക്കം കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നു. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു ചില്ലി ഫ്ലേക്സ് ചേർത്ത് അതും കൂടെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ചേർത്ത് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് ഇളക്കി മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രെഡിനകത്ത് റോൾ ചെയ്തിട്ട് നമുക്ക് ഇത് ഷാലോ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. ഇതിൻ്റെ സൈഡ് സ്വല്പം മൈദാമാവ് വെച്ച് ഒട്ടിച്ച് റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് അങ്ങനെയും എടുക്കാം. ഇതിപ്പം സോഫ്റ്റ് ബ്രെഡാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് നമ്മളിങ്ങനെ ഫില്ലിങ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അകത്ത് ഫില്ലിങ് വെച്ച് വേറൊരു ബ്രെഡ് വെച്ച് മുകളിൽ കവർ ചെയ്തിട്ട് ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇതിപ്പം നല്ല ടേസ്റ്റുള്ള ഇന്നത്തെ വൈകിട്ടത്തെ ചായക്കടി ഞങ്ങളുടെ ഇതായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.